സ്വകാര്യ സർവകലാശാല ബില്ലിനെ ന്യായീകരിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. മുൻപ് പല സമരങ്ങളും നടന്നിട്ടുണ്ടാകും. എന്നാൽ സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനമെടുത്തത്. വിഷയത്തിൽ സിപിഐഎം മലക്കം മറിഞ്ഞിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുതിപ്പിന് സ്വകാര്യ സർവകലാശാല വേണമെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി, സ്വകാര്യ സർവകലാശാല, വിദേശ സർവകലാശാല എല്ലാം തന്നെ അനുവദിക്കുന്ന ഒരു സമീപനമാണ് വിദ്യാഭ്യാസ മേഖലയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റുക നമ്മുടെ ഗവൺമെൻറ് സംവിധാനത്തെ മാത്രം ഉപയോഗപ്പെടുത്തി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതല്ല. ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിലുള്ള യൂണിവേഴ്സിറ്റികൾ രൂപപ്പെടണം. പ്രൈവറ്റ് ഉൾപ്പെടെ യൂണിവേഴ്സിറ്റികൾ ശക്തിപ്പെടണം എന്ന് തന്നെയാണ് കണ്ടത്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നത്. ആ സമരം പലതും നടത്തിയിട്ടുണ്ടാവും. ഇന്നത്തെ ആവശ്യം നമ്മൾ നോക്കേണ്ടത്. ഇന്നത്തെ ആവശ്യം ഫീസ് നിശ്ചയിക്കാൻ റെഗുലേറ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചില്ലെങ്കിൽ സമരം ചെയ്യുമെന്ന് MSF വ്യക്തമാക്കി. ബില്ലുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകളിൽ ഞങ്ങൾ കൃത്യമായ ആശങ്കയുണ്ട്. ഫീസ് നിർണ്ണയിക്കാൻ ഒരു റെഗുലേറ്ററി കമ്മിറ്റി നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശമില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഫീസ് നിർണ്ണയിക്കാനുള്ള പൂർണ്ണാധികാരം ഇത്തരത്തിലുള്ള 25 കോടി രൂപ ഇവിടെ മൂലധനം നിക്ഷേപിക്കുന്ന ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രസ്റ്റിന് അവർക്ക് നിക്ഷേപിക്കപ്പെട്ട 25 കോടിയും അതിൻ്റെ ലാഭവും വിദ്യാർത്ഥികളിലൂടെ എത്രയും ഫീസായി പിരിച്ചെടുക്കാം എന്ന് പറയുന്ന സമീപനം അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. മെഡിക്കൽ മേഖലയിൽ, എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ ഉള്ളതുപോലെ ഒരു ഫീസ് റെഗുലേറ്റിംഗ് കമ്മിറ്റി ഇതിനുവേണ്ടി സ്ഥാപിക്കണം എന്ന് MSF ആവശ്യപ്പെടുകയാണ്. അതിൽ ഫീസ് നിർണ്ണയിക്കാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായി സർക്കാർ വിട്ടുകൊടുക്കുകയും അനിയന്ത്രിതമായ ഫീസ് വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നതിനെതിരെ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അലി അക്ബർ ഷാ ചേരുന്നു നമുക്കൊപ്പം. അലി അക്ബർ ഷാ, പാർട്ടിയുടെ നിലപാട്, അതുപോലെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയിരുന്ന സമരങ്ങൾ അതടക്കം മുന്നിലുണ്ട്, ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊരു തീരുമാനം എന്ന് വ്യക്തമാക്കുകയായിരുന്നു പാർട്ടി സെക്രട്ടറി. സുജയ, സ്വകാര്യ സർവകലാശാല ബില്ലിനെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടായിരുന്നു ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. പൂർണ്ണമായും സർക്കാർ സംവിധാനത്തിലൂടുകൂടി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടി ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും വേണം എന്നതായിരുന്നു എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം സർക്കാർ സംവിധാനത്തിൽ തന്നെയായിരിക്കും. അതുപോലെ തന്നെ സർക്കാർ നമ്മളുടെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് വെക്കുന്ന സംവരണ സംവിധാനങ്ങൾ ഉൾപ്പെടെ അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള വിദ്യാർത്ഥി പക്ഷമായിട്ടുള്ള സംവിധാനങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള സർവകലാശാലകൾ വന്നാലും അതിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ പൂർണ്ണ നിയന്ത്രണം സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ തന്നെയായിരിക്കും. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിലയിലുള്ള ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM നടത്തിയിട്ടില്ല. മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഒരു നിലപാടിലെ മലക്കം മറിച്ചിൽ CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നെല്ലാമാണ് ഇന്ന് എം.വി. ഗോവിന്ദൻ പ്രധാനമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. നേരത്തെ ഇത്തരത്തിൽ സ്വകാര്യ സർവകലാശാല നീക്കവുമായി UDF ഭരണകാലത്ത് സർക്കാർ മുന്നോട്ട് പോയപ്പോൾ അന്ന് അതിന്റെ തലപ്പത്തിരുന്ന ആളുകൾക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും സമരവും എല്ലാം നടത്തിയ പ്രസ്ഥാനങ്ങളാണ് ഇടത് പ്രസ്ഥാനങ്ങൾ. പ്രത്യേകിച്ച് SFI ഉൾപ്പെടെ അന്ന് വലിയ രീതിയിലുള്ള സമരങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് മുൻപ് പല സമരങ്ങളും നടന്നിട്ടുണ്ടാവും, അതൊന്നും ഇപ്പോൾ പറയുന്നതിൽ കാര്യമില്ല, നിലവിലെ സാഹചര്യം അനുസരിച്ചുള്ള തീരുമാനങ്ങളിലേക്കാണ് പോകുന്നത് എന്നുള്ള പ്രതികരണം എം.വി. ഗോവിന്ദൻ നടത്തിയത്. സംവരണ സംവിധാനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൃത്യമായി പാലിക്കും. അതുപോലെ തന്നെ 40% മലയാളി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം നൽകുന്ന നിലയിലേക്കായിരിക്കും ഇതിന്റെ സംവിധാനം എന്നെല്ലാമുള്ള വിശദീകരണമാണ് പ്രധാനമായും ഇന്ന് എം.വി. ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുതിപ്പിന് നിലവിൽ സംസ്ഥാനം മികച്ചു നിൽക്കുന്നു. ഇതിനപ്പുറത്തേക്കുള്ള ഒരു കുതിപ്പിന് സ്വകാര്യ മേഖലയുടെ കടന്നുവരവ് കൂടി വേണ്ടതുണ്ട് എന്നുമാണ് ഇന്ന് പ്രധാനമായും എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുകയും ചെയ്തത്. സുജയ, എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ നിരവധിയായ സമര പോരാട്ടങ്ങൾ ഇതിനെതിരെ നടത്തിയ ഇടതു പ്രസ്ഥാനങ്ങളുടെ ചരിത്രം നിലനിൽക്കുകയാണ്. എം.വി. ഗോവിന്ദന്റെ ഇന്നത്തെ ഈ നിലപാട്, ഇന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകളും ഏറെ പ്രസക്തമാകുന്നത്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ നിലയിലാണ് എം.വി. ഗോവിന്ദൻ നൽകിയതും. സുജയ.